രാമായണങ്ങൾ ആണ് നമ്മൾ വിശകലനം ചെയ്യാനെടുക്കുന്നത്. ഒന്ന് വാത്മീകിയുടെ രാമായണം, അതാണ് ശരിക്കുമുള്ള ഒറിജിനൽ രാമായണം. പിന്നൊന്ന് വ്യാസഭഗവാന്റെ അധ്യാത്മ രാമായണം. അതില് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത് വ്യാസഭഗവാനാൽ രചിക്കപ്പെട്ടത് എന്ന് കരുതുന്ന അധ്യാത്മ രാമായണത്തിന്റെ എഴുത്തച്ഛൻ ചെയ്ത തർജ്ജമയാണ്, സ്വതന്ത്ര തർജ്ജമയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള അധ്യാത്മ രാമായണം. അതിന്റെ മൂലം വ്യാസഭഗവാൻ എഴുതിയ അധ്യാത്മ രാമായണമാണ്. വ്യാസഭഗവാൻ അല്ല, വരരുചിയാണ് അധ്യാത്മ രാമായണം എഴുതിയത് എന്ന ഒരു വാദവും നിലനിൽക്കുന്നുണ്ടെങ്കിലും കൂടുതൽ തൂക്കം വ്യാസഭഗവാൻ എഴുതിയതാണ് എന്നുള്ള വാദത്തിനാണ്. ഈ രണ്ട് രാമായണങ്ങളിൽ ആണ് നമ്മൾ വിശകലനം ചെയ്യാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. വ്യാസഭഗവാൻ തന്നെ മഹാഭാഗവതത്തില് ശ്രീരാമചന്ദ്രന്റെ കഥ പറയുന്നുണ്ട്. 2 അധ്യായങ്ങളിലായിട്ട് ശ്രീരാമചന്ദ്രന്റെ കഥ പറയുന്നുണ്ട്. ആ കഥയ്ക്ക് അദ്ദേഹം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് വാത്മീകിയുടെ രാമായണമാണ് എന്ന് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. കാരണം വാത്മീകിയുടെ രാമായണത്തിന് ഉത്തരാകാണ്ഡവും ഉണ്ട്. വാത്മീകി രാമായണത്തിന് മാത്രമേ ഉള്ളൂ പട്ടാഭിഷേകം കഴിഞ്ഞിട്ടുള്ള സീതാപരിത്യാഗവും അതിനോടനുബന്ധിച്ച് വരുന്ന ഭാഗങ്ങളുമെല്ലാം. ആ വാത്മീകിയുടെ രാമായണത്തെ ഉപോത്ബലകമാക്കിക്കൊണ്ട് വ്യാസഭഗവാൻ അതിനെ സംക്ഷിപ്തമായിട്ട് ഭാഗവതത്തിലും അവതരിപ്പിച്ചിട്ടുണ്ട്. വ്യാസഭഗവാൻ തന്നെ സ്വതന്ത്രമായിട്ട് അധ്യാത്മ രാമായണവും എഴുതിയിട്ടുണ്ട്. അതായത് വാത്മീകി രാമായണത്തിലെ രാമനെയും അധ്യാത്മ രാമായണത്തിലെ രാമനെയുമാണ് നമ്മൾ ശ്രീരാമചന്ദ്രനെയുമാണ് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത്. വാത്മീകി മഹർഷി നാരദ മഹർഷിയോട് ഉത്തമനായ മനുഷ്യനെ പറ്റിയിട്ടുള്ള കഥ പറഞ്ഞു തരാൻ അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെയാണ് കഥാഭാഗം തുടങ്ങുന്നത്. നാരദൻ തനിക്ക് ബ്രഹ്മാവിനാൽ ഉപദേശിക്കപ്പെട്ട ഉത്തമനായ ശ്രീരാമചന്ദ്രൻ എന്ന മനുഷ്യന്റെ കഥയാണ് വാത്മീകിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. രത്നാകരൻ എന്ന വഴിപോക്കരെ കൊള്ളയടിച്ച് ഉപജീവനം നടത്തിയിരുന്ന ആള് സപ്തഋഷികളുമായിട്ട് സംവദിക്കാനിടയാവുകയും അവരിൽ നിന്ന് രാമമന്ത്രം ഗ്രഹിക്കുകയും ആ രാമനാമത്തിന്റെ ജപത്തിലൂടെയാണ് രത്നാകരൻ വാത്മീകി മഹർഷിയാവുകയും ചെയ്തത് എന്ന് നമുക്കറിയാം. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, രാമനാമം ജപിച്ചിട്ട് മഹർഷിയായ വാത്മീകിക്ക് രാമൻ ആരാണെന്ന് അറിയുകയില്ലായിരുന്നു. അറിയുമായിരുന്നുവെങ്കിൽ ഉത്തമനായ മനുഷ്യനായ രാമന്റെ കഥ എനിക്ക് പറഞ്ഞു തരാനാണ് വാത്മീകി മഹർഷി ആവശ്യപ്പെടേണ്ടിയിരുന്നത്. പക്ഷെ അങ്ങനെയല്ല ആവശ്യപ്പെട്ടത്. ഉത്തമനായ മനുഷ്യൻ ആരാണെന്നും ആ ആളുടെ കഥ തനിക്ക് പറഞ്ഞു തരണമെന്നുമാണ് വാത്മീകി മഹർഷി നാരദ മഹർഷിയോട് ആവശ്യപ്പെട്ടതും നാരദ മഹർഷി തനിക്ക് ബ്രഹ്മാവിനാൽ പറഞ്ഞ് കിട്ടിയ കഥ വാത്മീകിക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്നത്. ഉത്തമനായ മനുഷ്യനായ ശ്രീരാമചന്ദ്രനെയാണ് വാത്മീകി വരച്ചു ശ്രമിക്കുന്നത്. മനുഷ്യൻ എത്ര കണ്ട് ഉത്തമനാകാൻ ശ്രമിച്ചാലും പൂർണ്ണതയുണ്ടാവുകയില്ല എന്ന് വാത്മീകി രാമായണത്തിലൂടെ വാത്മീകി നമ്മളെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. കാരണം വാത്മീകി രാമായണത്തെ തന്നെ ആശ്രയിച്ചെഴുതിയ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ നാരായണീയത്തിലെ രാമകഥാഭാഗം, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ രാമകഥാഭാഗം വ്യാസഭഗവാന്റെ ഭാഗവതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. വ്യാസഭഗവാന്റെ ഭാഗവതത്തിലെ കഥാഭാഗം വാത്മീകി രാമായണത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് രാമചന്ദ്രന്റെ അവതാരത്തെ പറ്റിയെല്ലാം പ്രതിപാദിച്ചു കഴിഞ്ഞതിന് ശേഷം അവസാനത്തെ കൺക്ലൂഡിംഗ് ശ്ലോകത്തിൽ അദ്ദേഹം പറയുന്നു, ശ്രീരാമചന്ദ്രനായിട്ട് ഭഗവാൻ അവതരിച്ചത് മർത്യ ശിക്ഷണാർത്ഥമേവ, മനുഷ്യരെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് എന്നാണ്. മനുഷ്യരെ എന്തു പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. അതിൽ എന്റെ ശക്തമായിട്ടുള്ള വാദം, മനുഷ്യൻ എത്ര കണ്ട് പൂർണ്ണനാകാൻ ശ്രമിച്ചാലും അപൂർണനായി തന്നെ ഇരിക്കുകയുള്ളൂ എന്ന്. പൂർണ്ണതയോടടുത്തു നിൽക്കുന്ന മനുഷ്യനായ ശ്രീരാമചന്ദ്രന്റെ ജീവിതത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്താൻ ആണ്. കാരണം വാത്മീകി മഹർഷിയുടെ ശ്രീരാമചന്ദ്രൻ പൂർണ്ണതയിലേക്ക് അടുത്തു നിൽക്കുന്നതാണ് എങ്കിലും അപൂർണനാണ്. ശ്രീരാമചന്ദ്രന്റെ 1-2 അപൂർണതകളെ നമുക്ക് എടുത്തൊന്ന് വിശകലനം ചെയ്യാം.